അമൃതേർത്തി, ഇതെന്താ മധുര പലഹാരങ്ങൾ ഉണ്ടാക്ക? ആ, കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നന്നായിട്ടുണ്ട്. ആണോ? പാക്കറ്റ് പലഹാരം കഴിച്ച് മടുത്തു. വീട്ടിലുണ്ടാക്കുമ്പോ അതിന്റെ ടേസ്റ്റും ഗുണവും ഒക്കെ മാറും. പ്രത്യേകിച്ച് അമൃതേർത്തിയുടെ കൈപ്പുണ്യം കൂടി ആകുമ്പോ പറയേ വേണ്ട. ഇന്ന് ആദ്യേട്ടന്റെ മക്കളുടെ ബർത്ത്ഡേ മറ്റോ ആണോ? ആദ്യ പലഹാരത്തിൽ ഒതുക്കാനാ പ്ലാൻ? അത് പറ്റില്ല കേട്ടോ. ബർത്ത്ഡേക്ക് ആരാ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന? കേക്ക് മുറിക്കല്ലേ ചെയ്യ? അല്ല, പിന്നെ ഇത്രയും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ? എന്താ വിശേഷം? അപ്പൊ ഐശ്വര്യ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്ത് വിശേഷം ഇവിടെ ഉള്ളത്? ഇവിടെ ഈ കുടുംബത്തിലെ ഒരു വലിയ വിശേഷ. പക്ഷെ ആ വിശേഷമുള്ള ആള് ഇപ്പൊ ഈ വീട്ടിലില്ല. അല്ല, അതാരാ? മനസ്സിലായില്ല. എന്റെ ഐശ്വര്യ, നമ്മുടെ ശ്യാമയില്ലേ, അവള് പ്രഗ്നന്റാ. ഒരു ചെറിയ തളർച്ച പോലെ തോന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ടെസ്റ്റ് ചെയ്തപ്പോഴാ ശ്യാമ പ്രഗ്നന്റ് ആണെന്നുള്ള ആ സന്തോഷ വാർത്ത അറിയുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടില് ഒരു കുഞ്ഞിക്കാലും കൂടി കാണാൻ പോവാ. ശ്യാമയുടെ അഖിലിന്റെയും കുഞ്ഞല്ലേ, സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ പോലൊരു നല്ല മോനാവും ഉറപ്പാ. ആ സന്തോഷത്തിന് ശ്യാമയ്ക്ക് കൊടുക്കാനാ ഞാൻ ഈ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നെ. അപ്പോ പ്രഗ്നൻസി ഉറപ്പിച്ചോ? പിന്നെ ഞാനെന്താ വെറുതെ പറയോ? ഡോക്ടർ പറഞ്ഞതാ. എന്തായാലും നല്ല കാര്യായി. ഇവിടെ അച്ഛനൊക്കെ വലിയ സന്തോഷായി. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ജീവിതത്തിലെ സുന്ദരമായൊരവസ്ഥയത് ഒരമ്മയാവാന്ന് പറഞ്ഞ അത് അനുഭവിച്ചവർക്ക് അതിന്റെ ത്രില്ല് മനസ്സിലാവും. എങ്ങനെയുള്ളവരും ആ ഒരവസ്ഥയിലുള്ള പെണ്ണിനെ സ്നേഹിച്ചു പോവും. സിമ്പതിയും ഇഷ്ടവും ഒക്കെ തോന്നിപ്പോവും. എന്തിന് ശ്യാമയോട് അത്രയ്ക്ക് ദേഷ്യമായിരുന്നില്ലേ നമ്മുടെ അമ്മയ്ക്ക്? ഇതറിഞ്ഞ നിമിഷം മുതൽ അമ്മയ്ക്ക് ശ്യാമയോടുള്ള എല്ലാ ദേഷ്യവും മാറി. അതങ്ങനെയാ. അമ്മയുടെ അഖിയുടെ കുഞ്ഞ ശ്യാമയുടെ വയറ്റിലുള്ളത്. അപ്പൊ അമ്മയ്ക്ക് ഒരിക്കലും ശ്യാമയെ വെറുക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഇനി മുതൽ പണ്ട് ശ്യാമയോടുള്ള ഇഷ്ടത്തിന്റെ 10 മടങ്ങ് ഇഷ്ടം ഇനി തോന്നി തുടങ്ങും. അപ്പോ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയ അങ്ങനെയൊക്കെ സംഭവിക്കോ? അതെ, അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞേ. അരുണിന് ഐശ്വര്യയോടുള്ള ഇപ്പോഴത്തെ പിണക്കമില്ലേ, അത് മാറാനും ഒരൊറ്റ മൂലിയേ ഉള്ളൂ. താമസിയാതെ ഐശ്വര്യം പ്രഗ്നന്റ് ആവുക.